ഊട്ടി ട്രിപ്പിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ എടുക്കുന്നത് ഞാൻ ഊട്ടി വന്നിട്ടാണ്. കാരണം അവിടെ നിന്ന് എടുക്കാനായിട്ടുള്ള ടൈമൊന്നും കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ ഊട്ടി ട്രിപ്പിൻ്റെ പാർട്ട് 1 വ്ളോഗാണ്. എനിക്ക് ടൈം ടു ടൈം അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, എന്നാലും ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ വ്ളോഗാക്കി എടുത്തിട്ടുണ്ട്. പ്രോപ്പർ ടൈം ടു ടൈം വ്ളോഗായിട്ട് നിങ്ങൾ എന്താണ് അങ്ങനെ വിചാരിച്ചുകൊണ്ട് കണ്ടാൽ അവരിത് കിട്ടത്തില്ല. കാരണം എനിക്ക് അത്രയും ടൈം കിട്ടിയിട്ടില്ല എടുക്കാനായിട്ട്. വ്ളോഗ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായവും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് വ്ളോഗിലോട്ട് പോയാലോ. നമ്മുടെ കൂടെ കളിക്കുന്ന ഒരു കുട്ടിയുടെ ചേച്ചിയുടെ മനസ്സമ്മതമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ 24 ഊട്ടിയിലാവുന്നതുകൊണ്ട് നമ്മൾ 23 പോയി കൂടി. അപ്പോൾ അതാ രാത്രി തന്നെ എല്ലാവരും റെഡിയായിട്ട് ആദ്യം മനസ്സമ്മത സ്ഥലത്തോട്ട് ചെന്നു. അതിനുശേഷം എന്താ ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് ഫുഡൊക്കെ കഴിക്കുവാണ്. എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്നും നേരെ നമ്മുടെ ശാലിനി ചേച്ചിയുടെ വീട്ടിലോട്ട് പോയി. എന്താ ഇത്രയും സാധനങ്ങൾ നമുക്ക് നമ്മുടെ വണ്ടിയിൽ കയറ്റാനുള്ളതാണ്. ഫുഡിൻ്റെ ഐറ്റംസും അതുപോലെ തന്നെ പാത്രങ്ങളും പിന്നെ നമ്മുടെ എല്ലാവരുടെയും ബാഗും ലഗേജും. വണ്ടി വന്നു ഗൈസ് നമ്മുടെ. ഇനി നമ്മൾ വണ്ടിയിലേക്ക് സാധനങ്ങളൊക്കെ കയറ്റണം. അതെ ഗൈസ്, വണ്ടിയിലേക്ക് സാധനങ്ങളൊക്കെ കയറ്റണം. ഓരോരുത്തരായിട്ട് കയറിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ പോവുകയാണ് ഗൈസ്. അപ്പൊ നമ്മൾ ഊട്ടിക്ക് പോവുകയാണ് ഗൈസ്. ഓൺ വൈബ്. നമ്മളെ സാധനങ്ങളെല്ലാം വണ്ടിയിലോട്ട് കയറ്റുന്ന ടൈമിന് നല്ല രീതിക്ക് മഴ പെയ്തു. അപ്പോൾ മഴ പെയ്തിട്ടും ഞങ്ങൾ ഓടി നടന്ന് സാധനങ്ങളെടുത്ത് വെച്ചായിരുന്നു. എന്നാലും നല്ല രീതിക്ക് നനഞ്ഞത് കൊണ്ട് എല്ലാവരും ഒന്ന് മഴ കുറയാനായിട്ട് വെയിറ്റ് ചെയ്യുവാണ് കേട്ടോ. അങ്ങനെ ഗൈസ് ഞങ്ങളുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 10 മണിക്ക് വണ്ടി വന്നതാണ്. ഞങ്ങളൊരു 11 മണിക്ക് കഴിഞ്ഞ് വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ, കാരണം അത്രയ്ക്കും നമുക്ക് മഴ കിട്ടിയത് കൊണ്ട് നമ്മളിതാ ട്രിപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അങ്ങോട്ട് പൊളി വൈബായിരുന്നു. പാട്ടൊക്കെ ഇട്ട് എല്ലാവരും കൂടി അടിപൊളിയായിരുന്നു. മാമംഗലത്ത് കളിക്കാൻ തൃശ്ശൂരോട് കളിക്കാൻ പോയി. മരത്താക്കര പെട്ടോടിക്കാര മമ്മാണ്. അതാണ് നമ്മളിപ്പോ ഏതോ ഒരു പറമ്പിൽ ഒരു പമ്പിലാണ്. എവിടെയാണെന്ന് അറിയാൻ നമ്മളപ്പോ അവിടെ എത്തി. ഗൂഡല്ലൂർ. ഗൈസ് ഞങ്ങളങ്ങനെ രാവിലെ ഗൂഡല്ലൂർ എത്തി. അവിടെ എത്തിയിട്ട് നമുക്കൊരു സ്പേസ് കിട്ടി. അപ്പോൾ അവരോട് ചോദിച്ചിട്ട് നമ്മളിത് അവിടെ ഫുഡ് ഉണ്ടാക്കാൻ നിൽക്കുവാണേ. അപ്പോൾ രാവിലെ വന്നു. ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവരും കൂടി ഇതാ റെഡിയാക്കുവാണ്. നല്ല അടിപൊളി സ്ഥലം. തണുപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ ചെറിയ തണുപ്പുണ്ട്, ബട്ട് ചെറിയൊരു ചൂടുണ്ട്. ഫോട്ടോ എടുക്കാൻ വന്നതായിരിക്കും ഗൈസ്. നല്ല കാറ്റുണ്ട് ഗൈസ് ഇവിടെ. അയ്യോ എൻ്റെ പൂ പോയി. ഞാൻ ഫോട്ടോ എടുക്കുന്ന എന്റെ പൂ നല്ല അതെ
നല്ല അറ്റ്മോസ്ഫിയർ ആകേസ് ഒന്നും പറയാനില്ല. ചൂട് ചെറുതായിട്ടുണ്ടെങ്കിലും ബട്ട് തണുപ്പ് പൊള്ളി മൂട്. നമ്മളൊക്കെ ഫുഡൊക്കെ കഴിച്ചപ്പോൾ ചായ കുടിച്ചിട്ട് നിൽക്കുവാണ്. നമ്മുടെ വണ്ടി അവിടെ കിടപ്പുണ്ട്, കാണാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. അല്ല, അവിടെ നമ്മുടെ വണ്ടി കിടപ്പുണ്ട്. അപ്പം എല്ലാവരും ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് വേണം പോകാനായിട്ട്. നമ്മൾ രാവിലത്തേക്കുള്ള ഫുഡും അതുപോലെ തന്നെ ഉച്ചക്കത്തേക്കുള്ളതും കൂടി ഉണ്ടാക്കിയിട്ട് വണ്ടിയിൽ കയറ്റാമെന്നാണ് പ്ലാൻ ഇട്ടത്. അവിടെ നമ്മുടെ അച്ഛന്മാരും ശാലിനി ചേച്ചി, മഹേഷ് ചേട്ടൻ, ബിനു ചേട്ടൻ, ജയചേട്ടൻ, അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ. എല്ലാവരും കൂടി ഒത്തുപിടിച്ചാണ് എല്ലാം ചെയ്യുന്നത്. നമ്മുടെ മഞ്ജു ചേച്ചിയും എൻ്റെ അച്ഛനും എല്ലാവരും ബാക്കി സാധനങ്ങളെല്ലാം തിരിച്ച് വണ്ടിയിലോട്ട് കയറ്റുമായിരുന്നു. ആ ഒരു ടൈമിന് ഞങ്ങൾ മിക്കവരും ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ സെക്കൻഡ് ലുക്ക്. ഞാൻ ആദ്യം ജീൻസ് ആയിരുന്നത് കൊണ്ട് അടുത്ത ലുക്ക് ഇത്തിരി സിമ്പിളായിട്ട് ചുരിദാർ പിടിക്കാമെന്നോർത്തു ചുരിദാറാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ ഫോട്ടോ എടുക്കാനായിട്ട് പോകുവാണ്. ഇതൊക്കെയാണ് അവിടെ വെച്ചെടുത്ത കുറച്ച് ഫോട്ടോസൊക്കെ. അതിന് ശേഷം നമ്മുടെ ഫുഡൊക്കെ റെഡിയായി. ഏകദേശം ഒരു ഉച്ചയായിട്ടുണ്ട് കേട്ടോ. എല്ലാവരും കൂടി വന്നിട്ട് ഫുഡൊക്കെ വണ്ടിയിലേക്ക് കയറ്റുവാണ്. എന്തോ ടുട്ടുപോയതോ? ഇപ്പൊ നമ്മൾ ഗുഡല്ലൂരിൽ ചെക്ക് പോസ്റ്റ് കയറി ഊട്ടിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി വൈബ്, തണുപ്പൊക്കെ പൊള്ളി, ഒന്നും പറയാനില്ല. നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. ഇവിടെ നിന്നുള്ള വ്യൂസൊക്കെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. പാട്ടിട്ട് തുള്ളലൊക്കെ കുറച്ച് നേരം നിർത്തിയിട്ട് ഞങ്ങൾ സൈഡ് സീറ്റിലിരുന്ന് വ്യൂസൊക്കെ കാണുമായിരുന്നു. അടിപൊളി വ്യൂസായിരുന്നു, ഒന്നും പറയാനില്ല. നല്ല തണുപ്പും. അതിനുശേഷം ഞങ്ങൾ കോടയൊക്കെ നന്നായിട്ട് ഇറങ്ങുന്നുണ്ടായി. അതുകൊണ്ട് ഒരു സ്ഥലത്ത് ഇറങ്ങി കുറച്ച് ഫോട്ടോസും റീൽസും ഒക്കെ എടുക്കാമെന്ന് വെച്ചു. റീൽസ് എടുക്കലൊന്നും നടന്നില്ല, മഴയും ഉണ്ടായിരുന്നു. ആ മഴയത്ത് എല്ലാവരും നനഞ്ഞു. എന്നാലും ഇതൊക്കെ ഒരു മെമ്മറീസ് അല്ലേ. നമുക്കാണെങ്കിൽ മഴയും കാറ്റും തണുപ്പും എല്ലാം കൂടി കിട്ടിയപ്പോഴേക്കും അടിപൊളിയായി. അല്ല, എങ്ങനെയുണ്ട് കണ്ടോ തണുപ്പ്? അതെ, കൈയൊക്കെ വലിച്ചു. അടിപൊളി തണുപ്പാണ് ഇവിടെ. ഈ തണുപ്പത്ത് നിക്കണമെങ്കിൽ ജാക്കറ്റ് വേണം. കഷ്ടകാലത്തിന് കോട്ടെടുത്തില്ലെന്ന്. മുട്ട തണുപ്പാണ്, ഇങ്ങനെ നിക്കുന്നേ ഉള്ളു. തണുപ്പത്ത് മഴയും കൂടി വന്നിട്ട് സീനാണ് ഗൈസ്. എല്ലാരും പൊതപ്പിലും ജാക്കറ്റിലാണ് ഗൈസ്. അതാ രസം. ഇത് കൊള്ളാം, നല്ലതാ. വീണ്ടും അടുത്ത സ്ഥലത്ത് ഇറങ്ങി ഗൈസ്. നടന്നിട്ട് വിറച്ചിട്ട് ക്യാമറ വരരുത് കുലുങ്ങുന്നു. പക്ഷെ നമ്മൾ വിറച്ചാലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കോട്ടൊന്നും ഇടാൻ പാടില്ല. നിൽക്കുവാണ് ഗൈസ്. അപ്പൊ 2 റീലൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നിൽക്കാന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ 4:03 1 മണിക്കൂറോളം നമ്മളിവിടെ നിൽക്കണം. എന്നിട്ട് ഞങ്ങൾ വേറൊരു സ്ഥലത്ത് വന്ന് ഇറങ്ങി. കാരണം 6 മണി കഴിയാണ്ട് നമ്മുടെ വണ്ടി ഒന്നും 6 മണി കഴിയാണ്ട് നമ്മുടെ വണ്ടി ഒന്നും കൊണ്ട് വിടത്തില്ല എന്ന് പറഞ്ഞു. അപ്പം നമ്മളിത് വേറൊരു സ്ഥലത്ത് വന്നിങ്ങനെ നിൽക്കുവാണ്. ഞാൻ നല്ല രീതിയിൽ തണുക്കുന്നുണ്ട്. കാരണം ഞാൻ ഒന്നും മീൻസ് ജാക്കറ്റ് ഒന്നും ഇട്ടിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ നല്ല രീതിയിൽ തണുക്കുന്നുണ്ട്. എനിക്ക് നല്ല രീതിയിൽ ഞാൻ തണുക്കുന്നുണ്ട്. പിള്ളേരൊക്കെ ജാക്കറ്റ് വിട്ട് പൊതപ്പൊക്കെ മൂട്ടിയിട്ടാണ് അവർ കിടക്കുന്നത്. പക്ഷെ കുറച്ച് നല്ല ഫോട്ടോസ് എടുത്തു. എവിടെ ചെന്നാലും മഴയാണെന്ന് പറയുന്ന പോലെ ഫോട്ടോ എടുക്കാൻ ഇറങ്ങിയിട്ട് നിറച്ച് നല്ല മഴയായിരുന്നു. നിറച്ച് ഏകദേശം ഇവിടുത്തെ തണുപ്പെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 60-70 ഡിഗ്രി സെൽഷ്യസ് ആട്ടോ.
ഭയങ്കര തണുപ്പെന്ന് വെച്ചാൽ ഒന്നും പറയാനില്ല. ഇനി രാത്രിയായാൽ കുറച്ചുകൂടി ഇത് ഇൻക്രീസ്ഡ് ആവുമെന്നാണ് പറയുന്നത്. ഇത് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല, അൺസഹിക്കബിളാണ്. അത് നിങ്ങൾക്ക് ഞാൻ പറയുന്നത് വെച്ച് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഇതേ മിന്നു ജാക്കറ്റ് ഇടാണ്ട് നിൽക്കുന്നു. ഞാൻ മാത്രം ജാക്കറ്റ് ഇടാണ്ട് നിൽക്കണമെന്ന് പറഞ്ഞ് ഞാൻ ഭയങ്കര ഹൈപ്പിൽ കൊണ്ടുവന്നതാണ്. നമ്മൾ റിസോർട്ടിലൂടെ എത്തി. ബട്ട് ഭയങ്കര രാത്രിയായി എത്തിയപ്പോഴേക്കും. ബട്ട് ഇറ്റ്സ് ഭയങ്കര സൈഡിലോട്ട്. അതെ, മൈനസ് ആണ്. സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. ഭയങ്കര അത് മഴയും കാറ്റും ഉണ്ട്, തണുപ്പും. ഗൈസ്, ഞങ്ങൾ റിസോർട്ട് കണ്ടുപിടിച്ചിട്ട് തിരിച്ച് ഞങ്ങളുടെ വണ്ടി ചെന്ന് അവിടെ വിളിക്കാനായിട്ട് പോകുവാണ്. ബട്ട് ഞങ്ങൾ അവിടെ വരെ എത്തുമെന്ന് തോന്നുന്നില്ല. ഞങ്ങളങ്ങനെ സ്റ്റേയിൽ വന്നു. ഇതാണ് നമ്മുടെ സ്റ്റേ, അതായത് 3 റൂമും 1 ഹാളും അങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും വന്ന് ബാഗും ഒക്കെ വെച്ചു സെറ്റാകുവാണ്. റൂം നോക്കുവാണെങ്കിൽ ഇതാ ഒരു TV ഉണ്ട്. നമുക്ക് ബെഡ് ഒരു 4 പേർക്ക് വരെ ഈ ബെഡിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കാം. അങ്ങനെയൊക്കെയുള്ളതാണ്. ബാൽക്കണി തുറക്കുവാണെങ്കിൽ ഇതായിരുന്നു അവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ. രാത്രി ആയതുകൊണ്ട് നമുക്ക് അത്രയും എങ്ങനെയാണെന്ന് മനസ്സിലായില്ല. ബട്ട് നാളെ രാവിലെ നോക്കുമ്പോഴേക്കും അറിയാം എന്താണ് ഇവിടുത്തെ ആ വ്യൂവിൻ്റെ ഒരു ഭംഗി എന്നുള്ളത്. അതിനുശേഷം നമ്മൾ കിച്ചണിൽ ചെന്നു. രാത്രിക്കത്തേക്കുള്ള ഫുഡിൻ്റെ ചെറിയ പരിപാടികളായിരുന്നു. ഉച്ചക്കത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കുറച്ച് കഞ്ഞിയും പയറും അച്ചാറും പപ്പടമൊക്കെ കൂടി ആക്കാമെന്ന് വിചാരിച്ചു. വ്ളോഗ് ഇത്രയാണ്. രാത്രി ഇന്നലെ അത്ര എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും കണ്ടാണ് നമ്മുടെ പാർട്ട് 1 തീരുന്നത്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ ഫുഡൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം എല്ലാവരും റൂമിൽ ചെന്നു. എല്ലാവരും ഭയങ്കര ടയേർഡായിരുന്നു. കാരണം നമുക്ക് ഇന്നലെ കൂടുതലും ട്രാവലിംഗ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും റൂമിൽ ചെന്നു, കിടന്നുറങ്ങി. അതായിരുന്നു ലാസ്റ്റ് ഇന്നലെ. അപ്പോൾ ഇന്ന് രാവിലത്തെ തൊട്ടുള്ളത്, അതായത് ഇന്ന് May 25 ആണ്. അപ്പോൾ ഇന്നത്തെ ഉള്ള വ്ളോഗ്സ് എല്ലാം നമ്മൾ പാർട്ട് 2 ആയിട്ട് ഇടുന്നതാണ്. അപ്പോൾ ഈ വ്ളോഗ് കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം പറയുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.